അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകളുടേതാണ് സംസ്കാരം. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അത് തികച്ചും ശരിയല്ല. ഇപ്പം ഇതിന് സമാനമായ ഒരു ആക്രമണമല്ലേ ബംഗ്ലാദേശിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ധാർമ്മികമായ ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റും? മുസ്ലിങ്ങൾ ഇന്ന് കണ്ട ഒരു വീഡിയോ എത്ര ദയനീയം, മനുഷ്യത്വം ശകലമെങ്കിലുള്ള ഒരു മനുഷ്യന് അത് കാണാൻ പോലും കഴിയില്ലാത്തൊരു വീഡിയോ. ഒരു മനുഷ്യനെ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മുകളിൽ കല്ലെടുത്തിരുന്നൊരു വീഡിയോ ആണ് കണ്ടത്. ഇതൊക്കെ ചെയ്യാൻ മനുഷ്യൻ എങ്ങനെ കഴിയുന്നു എന്ന് ചിന്തിച്ചു പോകുന്നത്. ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിൽ ഇത്തരത്തിൽ ക്രൂരതയാണ് നടക്കുന്നത്. അവിടെ ഹിന്ദു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റും? ഇതുപോലെ ഈ വളരെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഈ പെന്തക്കോസ് വിഭാഗങ്ങളിൽപ്പെട്ട അവർ ഒരു പ്രാർത്ഥന നടത്തുന്ന പള്ളിയിൽ വന്ന് അവിടെ ഇനി മേലിൽ പ്രാർത്ഥിപ്പിക്കില്ലെന്നും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ ആക്രമിക്കുന്നു. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയെ നിങ്ങൾക്ക്, അല്ലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിന് നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമാധാനം എന്ന് പറയുന്ന ഒന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റ് ജനവിഭാഗങ്ങൾക്കും അവർക്ക് ജീവിക്കാനുള്ള നിങ്ങൾ കൺവെൻഷൻ നടക്കേണ്ടത് നിയമാനുസരണം പോരാടണം, അല്ലെങ്കിൽ നിയമം നിർമ്മിക്കണം. അതിനുശേഷം അതിനെ എതിർക്കണം. ഇത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? തന്നെ ഹിന്ദുക്കൾ ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട്. അമേരിക്കയിലും എല്ലാ സ്ഥലത്തും അവർക്ക് അമ്പലങ്ങളുണ്ട്. അവരെല്ലാ തരത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥന തടഞ്ഞാൽ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഇവരെ പാവപ്പെട്ട മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പെന്തക്കോസ്തുകാർ അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം അവരെ നിങ്ങൾ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല. അതൊരു ഹിന്ദു ധർമ്മത്തിൻ്റെ പോലും ഭാഗമല്ല. കാരണം പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉത്തർപ്രദേശിലെ ഡൽഹിയോട് ചേർന്നുള്ള ഷാഹിബാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഘം ക്രിസ്ത്യാനികൾ ഒരു പള്ളിയിൽ നടത്തിക്കൊണ്ടിരുന്ന ക്രിസ്മസ് പരിപാടിയുടെ ഇടയിലേക്ക് ബജറംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ആളുകൾ കയറി വന്ന് അവരുടെ പ്രാർത്ഥന നിർത്തിക്കുകയും അവരെ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇനി മേലിൽ ഇവിടെ പ്രാർത്ഥിക്കില്ല എന്ന് അവരെ കൊണ്ട് എഴുതി വെപ്പിച്ച ശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തു എന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണും. സത്യനിഷ്ഠ ആചാര്യ എന്ന് പറയുന്ന ആളാണ്, അയാളുടെ നേതൃത്വത്തിലാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളൊക്കെ ഉണ്ട്, നിങ്ങൾ ആക്രോശിക്കുന്ന ഫോട്ടോകളൊക്കെ ഉണ്ട് കാണും. ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത, ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുടെ പേര് പാസ്റ്റർ രാജു സദാശിവൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവർ ഇവിടെ വന്നതിന് ശേഷം മാതാവിൻ്റെ ചാസ്റ്റിറ്റിയെ പറ്റിയും ക്രിസ്തു ജനിച്ചതിനെ പറ്റിയും ചാരിത്രവതിയായ ഒരു സ്ത്രീ എങ്ങനെ ഗർഭിണിയാകും എന്നൊക്കെയാണ് ചോദിച്ചത്. ഇവരോട് ഗാന്ധാരി എങ്ങനെയാണ് 100 കുട്ടികളെ ഉണ്ടാക്കിയതെന്ന് അപ്പോൾ അവർ മറുപടി പറയേണ്ടി വരും. ഈ എല്ലാ മതങ്ങളും തന്നെ ഇത്തരം വരുന്ന കുറേയേറെ അന്ധവിശ്വാസങ്ങളുടെ നടുവിലാണ് പോകുന്നത്. ഒരു മതത്തിനും കൃത്യമായിട്ടുള്ള യുക്തിബോധത്തോടുള്ള മറുപടികളൊന്നും പറയാൻ കഴിയില്ല. എല്ലാ മതങ്ങളിലും വിശ്വാസങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഏത് വേണമെങ്കിലും ഉണ്ട്. അത് ഏത് വേണമെങ്കിലും അന്ധവിശ്വാസമായിട്ടും വിശ്വാസമായിട്ടും തിരഞ്ഞെടുക്കാം. അപ്പോൾ തന്നെ ഒരു മതവും ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ, അതുപോലെ തന്നെ ഈ പെന്തക്കോസ് ആയിട്ടുള്ള ആളുകൾ, അവർ വളരെ നാമമാത്രമായ ആളുകളാണ്, പാവങ്ങളാണ്, അശക്തരാണ് എന്നുള്ളതുകൊണ്ട് അവരെ ഇങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ശരിയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ക്രിസ്ത്യൻ മിഷണറിമാരുടെയും അതോടൊപ്പം തന്നെ ഹിന്ദു സന്യാസികളുടെയും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെയും എല്ലാം കോൺട്രിബ്യൂഷനാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സംസ്കാരത്തിൻ്റെയും പ്രത്യേകമായ കോൺട്രിബ്യൂഷനല്ല. ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നതും അതും കൊടുക്കൽ വാങ്ങലിലൂടെ ഉണ്ടായിട്ടുള്ള സംസ്കാരമാണ്. എല്ലാ സംസ്കാരങ്ങളും കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംസ്കാരം എന്ന് പറയുന്ന ചങ്ങാടം എല്ലാ കടവുകളിലൂടെയും അടുത്താണ് പോകുന്നത്. ആ കടവുകളിലെല്ലാം അതിൻ്റെ സംഭാവനകൾ അവർ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു സമൂഹം വളർന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സംസ്കാരം മാത്രമായി നിൽക്കണം എന്ന് വാദിക്കുന്ന, അല്ലെ ഒരു സംസ്കാരം മാത്രം ഞങ്ങളുടെ സമൂഹത്തിൽ മതി എന്ന് വാദിക്കുന്ന തികച്ചും ഫാസിസമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അപലപിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് BJP ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മകനായ ലോർഡ് ആക്ടൺ പറഞ്ഞിട്ടുണ്ട്, പവർ ഈസ് കറപ്റ്റ്, അബ്സലൂട്ട് പവർ ഈസ് കറപ്റ്റ് അബ്സലൂട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധികാരത്തിൻ്റെ ഗർവ് തലയ്ക്ക് പിടിച്ച് ഈ പറഞ്ഞ ഹിന്ദു തീവ്രവാദികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പം അത് മുസ്ലിംസിനെതിരെയാണെങ്കിലും, ഒരു പാവപ്പെട്ട ഒരു കുട്ടി, ഒരു മാടനെ വിൽക്കുന്ന കുട്ടിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം നമ്മൾ വായിച്ചാണ്.
അതുപോലെ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള മതങ്ങളാണെങ്കിലും ഇത്തരം ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തെങ്ങാളും അങ്ങോളം ഇങ്ങോളം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏത് മതമാണെങ്കിലും ഇത്തരം ആക്രമണം നടത്തുന്നതിനെ തീർച്ചയായിട്ടും അപലപിക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ ക്രമാതീതമായി കാശ് കൊടുത്തോ മറ്റേതെങ്കിലും രീതിയിൽ കൺവേർഷൻ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾ പ്രതിരോധിക്കണം. അക്കാര്യത്തിൽ നിന്ന് അഭിപ്രായം. എനിക്ക് ഹിന്ദു സംസ്കാരത്തോട് വളരെ ആദരവുള്ളൊരു മനുഷ്യനാണ്. എല്ലാ സംസ്കാരങ്ങൾ പോലെയും ഹിന്ദു സംസ്കാരവും കാലത്തെ അതിജീവിച്ചിട്ടുള്ളൊരു സംസ്കാരം എന്നുള്ളതിലേക്ക് അതിനോട് എന്നും ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ, അതിനോട് ആദരവുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം വരുന്ന ഫ്രിഞ്ച് എലമെൻറ്റുകളെ ഈ നിയന്ത്രിക്കേണ്ടത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമായ ആളുകൾ ആണ് ചെയ്യേണ്ടത്. അവരത് നിയന്ത്രിക്കേണ്ടതാണ്. ഹിന്ദുക്കളാണ് അത് ചെയ്യേണ്ടത്. കാരണം ഈ പറയുന്ന ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ വന്നുകൊണ്ടും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്, മുസ്ലിംസ് ഇന്ത്യയിൽ വന്നുകൊണ്ടും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. മതപരമായി നമുക്കിപ്പം അവരുടെ ആത്മീയ തലത്തെയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം, മതങ്ങളെ വിമർശിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ സംസ്കാരങ്ങൾ, അവർ കൊണ്ടുവന്ന സംസ്കാരങ്ങളിൽ നിന്ന്, ആ സംസ്കാരങ്ങളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് ആണ് നമ്മുടെ പുതിയ മൂല്യബോധങ്ങളും നമ്മൾ ഇന്നുവരെ ആർജിച്ച സംസ്കാരങ്ങളും എല്ലാം രൂപപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഒരു സംസ്കാരവും സ്ഥായിയായി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകളുടേതാണ് സംസ്കാരം. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അത് തികച്ചും ശരിയല്ല. ഇപ്പം ഇതിന് സമാനമായ ഒരു ആക്രമണമല്ലേ ബംഗ്ലാദേശിൽ നടക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ധാർമ്മികമായ ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റും? മുസ്ലിങ്ങൾ ഇന്ന് കണ്ട ഒരു വീഡിയോ എത്ര ദയനീയം! മനുഷ്യത്വം ശകലമെങ്കിലുള്ള ഒരു മനുഷ്യന് അത് കാണാൻ പോലും കഴിയില്ലാത്തൊരു വീഡിയോ. ഒരു മനുഷ്യന് വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മുകളിൽ കല്ലെടുത്തിരുന്നൊരു വീഡിയോ ആണ് കണ്ടത്. ഇതൊക്കെ ചെയ്യാൻ മനുഷ്യനെങ്ങനെ കഴിയുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന, ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിൽ ഇത്തരത്തിൽ ക്രൂരതയാണ് നടക്കുന്നത്. അവിടെ ഹിന്ദു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റും? ഇതുപോലെ ഈ വളരെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഈ പെന്തക്കോസ് വിഭാഗങ്ങളിൽ പെട്ട അവർ ഒരു പ്രാർത്ഥന നടത്തുന്ന പള്ളിയിൽ വന്ന് അവിടെ ഇനി മേലിൽ പ്രാർത്ഥിപ്പിക്കില്ലെന്നും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ ആക്രമിക്കുന്നു. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയെ നിങ്ങൾക്ക്, അല്ലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമാധാനം എന്ന് പറയുന്ന ഒന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റ് ജനവിഭാഗങ്ങൾക്കും അവർക്ക് ജീവിക്കാനുള്ള നിങ്ങൾ കൺവേർഷൻ നടക്കേണ്ടത് നിയമാനുസരണം പോരാടണം, അല്ലെങ്കിൽ നിയമം നിർമ്മിക്കണം. അതിന് ശേഷം അതിനെ എതിർക്കണം. ഇത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന് അവന് ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശമല്ലേ അവൻ്റെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത്. അതിനെ നിങ്ങളിങ്ങനെ എതിർക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഹീനമായ പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു പാസ്റ്റർ അയച്ചു തന്ന ഒരു ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. ആ ഓഡിയോയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അദ്ദേഹം വളരെ ഹ്രസ്വമായി പറയുന്നുണ്ട്. അവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററാണ്, ഈ രാജു സദാശിവത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പാസ്റ്ററാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. രാജു സദാശിവ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങള് പല ട്രെയിനിങ്ങിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്നതാണ് ഗ്ലോബൽ ഡിസൈപ്പിലേക്ക്. എന്നാൽ അദ്ദേഹത്തിന് ഫോൺ വിളിച്ചിട്ട് പോകുന്നില്ല. എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത സഭയിലെ പാസ്റ്ററായിട്ട് സംസാരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. റിയൽ ഫാക്റ്റ് ആണ്. ബജ്രംഗ്ദൾ അവരുടെ ആൾക്കാർ വന്നു, ഹിന്ദു സംഘടന അവർ വന്നിട്ട് ബലമായിട്ട് ആരാധനയുടെ ഇടയിൽ നടന്ന സംഭവമാണ് വീഡിയോ വൈറലായിരിക്കുന്നത്. അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ പോലീസും ഇവിടുത്തെ അധികാരികളൊക്കെ ഇവിടുത്തെ ഹിന്ദു സംഘടന എന്ത് പറയുന്നു അതനുസരിക്കുന്നവരാണ്. കേസെടുക്കാൻ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ഇവിടെ ആരാധന നടക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് കേസ് ലോഡ് ചെയ്യാൻ വിട്ടു, FIR ലോഡ് ചെയ്യാൻ വിട്ടു. അതായിരുന്നു ഒരാഗ്രഹം. അത് നല്ലതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വാടക ഹോളാണ്. അത് സ്വന്തം സ്ഥലമല്ലെന്ന് മാത്രം. ഇത് ഇവിടെ മാത്രമല്ല, പക്ഷേ 100 കണക്കിന് സഭകൾ ഇതുപോലെ അവർ അടപ്പിച്ചു. ഇപ്രാവശ്യം ക്രിസ്മസിന് ഹിന്ദുക്കള് ആഘോഷം നടത്തിയാൽ ചർച്ചിൽ വന്നാൽ അവര് വിശ്വഹിന്ദു പരിഷത്തുകാര് തടുക്കുമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കണം. ഇവിടെ ഞങ്ങള് നടത്തുന്നുണ്ട്. ദൈവകൃപയാൽ ഇതുവരെ ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ഇത് വിശ്വഹിന്ദു പരിഷത്ത് ഏതെങ്കിലും ഹിന്ദുക്കൾ ഈ പള്ളിയിൽ വന്നാൽ അവരെ തടയുമെന്നും അവരെ ആക്രമിക്കുമെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വ്യാപകമായി UP-യുടെ പ്രദേശത്ത് നടക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള ഒരു പാസ്റ്ററാണ് ഇത് സംസാരിച്ച്, വേറൊരു പാസ്റ്ററോട് സംസാരിച്ചതിൻ്റെ ഓഡിയോ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇത്
ഇത് എത്രമാത്രം ഒരു ഹീനമായ പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇപ്പം ഇവിടെ RSSന്റെ യൂണിറ്റ്സുകൾ യൂറോപ്പിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടുത്തെ ആളുകളെല്ലാം കൂടി RSSന്റെ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചാൽ അതിനോട് നിങ്ങളുടെ സമീപനം എന്താണ്? അതുപോലെ തന്നെ ഹിന്ദുക്കൾ ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അമേരിക്കയിലും എല്ലാ സ്ഥലത്തും അവർക്ക് അമ്പലങ്ങളുണ്ട്. അവരെല്ലാ തരത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥന തടഞ്ഞാൽ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഇവരെ പാവപ്പെട്ട മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പെന്തക്കോസ്തുകാർ അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം അവരെ നിങ്ങൾ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല. അതൊരു ഹിന്ദു ധർമ്മത്തിൻ്റെ പോലും ഭാഗമല്ല. കാരണം ഇന്ത്യയിലേക്ക് വന്ന ഇപ്പോൾ പാഴ്സികൾ ഇന്ത്യയിലേക്ക് വന്നപ്പം ഈ ഹിന്ദു സമൂഹം അവരെ കൈനീട്ടി സ്വീകരിച്ചു. അവർ ഇന്നും ഈ രാജ്യത്തിന് വേണ്ടി യാതൊരു തരത്തിലുള്ള ഡിമാൻഡുകളും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന വിഭാഗമാണ് പാഴ്സികൾ എന്ന് പറയുന്നത്. അവർ സമൂഹത്തിന് വേണ്ടി വളരെ വലിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുപോലെ ഇവിടെ വന്ന ക്രിസ്ത്യാനികൾ, മറ്റു വിഭാഗങ്ങൾ എല്ലാം അവരെല്ലാം ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം കൂടെ സംഭാവനയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ മാത്രം കുത്തകയല്ല അത്. അപ്പോൾ അതുകൊണ്ട് അത് ലോകത്തിൻ്റെ തന്നെ അത് ഇപ്പം യൂറോപ്പിൻ്റെ ആണെങ്കിൽ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, അത് വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുടെ ഒരു സമ്മേളനമാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് കേവലമായ ഒരു സംസ്കാരം മാത്രം ഉയർന്നു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവയെ എല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കുക. പാലക്കാട് ക്രിസ്മസ് കരോൾ തടയുക, ഇത്തരം പരിപാടികളൊക്കെ തുടരുന്നത് ഇതൊരു ഇസ്ലാമിക വർഗീയതയും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം ഇരിക്കുന്നത്? ഇപ്പം ഹമാസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ക്രിസ്ത്യാനികൾ നടത്തിയിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അതുപോലെ ഈ തരത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾ പല സ്ഥലത്തും ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തരത്തിലേക്ക് ഹിന്ദു സമൂഹവും അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദികളും അധപ്പതിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വരുന്ന പ്രവൃത്തികൾ ഒരിക്കലും ഒരു നാടിൻ്റെ നന്മയ്ക്കല്ല. ഒരു നാടിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ആ നാട് കൂടുതൽ സമ്പന്നമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം വരുന്ന പ്രവൃത്തികളിൽ നിന്ന് മാറി നടക്കണം. ഭാരതത്തിന് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്. ആ സംസ്കാരവും ചരിത്രവുമാണ് അതിനെ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യതിരക്തമാക്കുന്നത്. കഴിഞ്ഞ 5000 വർഷത്തെ ചരിത്രത്തിൽ കാലത്തെ അതിജീവിച്ച ഒരു സംസ്കാരമാണ് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. അതിന് കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. മറ്റെല്ലാ സംസ്കാരങ്ങൾക്കുമുള്ള കുറവുകളും കുറ്റങ്ങളും ആ സംസ്കാരത്തിനുമുണ്ട്. എങ്കിലും ആ സംസ്കാരം കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് സഹിഷ്ണുതയുടെയും ഇൻക്ലൂസീവുമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാണ് അവർ ഇത്തരത്തിൽ ഈ ആളുകളെ തല്ലിക്കൊല്ലുക. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 കുട്ടികളെയും കൊന്നതുപോലെ ഇത്തരത്തിൽ ആളുകളെ ആക്രമിക്കുക. ഈ മുസ്ലിം തീവ്രവാദികൾ പള്ളിയിൽ കയറി ഫ്രാൻസിൽ അച്ഛൻ്റെ കഴുത്ത് വെട്ടിയതുപോലെ, അല്ലെങ്കിൽ നൈജീരിയയിൽ പള്ളികൾ തകർത്ത് അച്ഛന്മാരെയും പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് നിങ്ങളും അധപ്പതിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനുള്ള അവകാശം മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസത്തെ അംഗീകരിക്കുക, ഗവൺമെൻറ് ശക്തമായതിനെതിരെ നടപടി സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം ആളുകൾക്ക്, ഇത്രയും ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ഇപ്പം കേരളത്തിൽ തന്നെ ചാവറ കുര്യാക്കോസ് അച്ഛനാണ് എല്ലാ വിഭാഗം ആളുകളെയും അഗസ്ത്യരായിട്ടുള്ള മനുഷ്യരെ പള്ളിക്കൂടത്തിൽ കൊണ്ടിരുത്തി പഠിപ്പിച്ചത്, അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് പഠിപ്പിക്കാൻ സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വടക്കേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ പാസ്റ്റർമാരെന്നൊക്കെ പറയുന്ന ആളുകൾ അവർ വെറും സാധാരണക്കാരുടെ ഇടയിൽ പോയാണ് പ്രവർത്തിക്കുന്നത്. വിവരമില്ലാത്ത മനുഷ്യരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനും അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനുമാണ് അവർ ശ്രമിക്കുന്നത്. അതിന് നിങ്ങൾ അനധികൃതമായി കൺവേർഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നേരിടുക, അല്ലാതെ ഇത്തരത്തിൽ ഉള്ള ആക്രമണം നടത്തുക, ഇങ്ങനെ ഭയപ്പെടുത്തി മനുഷ്യരെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വിടുക എന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് അത് ചേർന്നതല്ല.